നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ വിശാഖം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 40 നാഴിക വരുന്നത് തുലാക്കൂറിലും ശേഷം 15 നാഴിക വരുന്നത് വൃശ്ചികക്കൂറിലുമാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട്. എങ്കിലും 9 നിന്നിരുന്ന വ്യാഴം 10ാം ഭാവത്തിലേക്ക് മാറി. പക്ഷേ വ്യാഴം ലഗ്നാധിപതിയോട് ചേർന്നാണ്. അപ്പോൾ ഗുരുശുക്രയോഗം കർമ്മസ്ഥാനത്ത് വന്നത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ട്. ഗുരുഭാർഗവ സംയോഗ ദിവ്യദാരോ മഹാദേനി എന്ന് പറയുന്ന യോഗമാണ്. വ്യാഴവും ശുക്രൻ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം നല്ല ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. വിവാഹം നടക്കാത്തവർക്ക് അന്വേഷിച്ച നല്ല ബന്ധങ്ങൾ വരാൻ യോഗമുണ്ട്. ധനാഭിവൃദ്ധി ഉണ്ടാകാനും പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനും യോഗമുണ്ട്. അപ്പോൾ പൊതുവെ അതുകൊണ്ട് അനുകൂലമാണ്. മാത്രമല്ല ഭാഗ്യാധിപതി ആയിരിക്കുന്ന ബുധൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന കാരണം നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ളൊരു മാസമാണ്. പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്തിട്ട് 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും, എന്ത് സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ്. ധനാധിപതി തന്നെയാണ് നിവൃത്തി സ്ഥാനാധിപത്യം വഹിച്ച് പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗം ചെയ്ത് നിൽക്കുന്നത്. മാത്രമല്ല ഹംസായോഗം ചെയ്തിട്ട് 10ൽ വ്യാഴവും നിൽക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചമഹാപുരുഷത്തിലെ 2 മഹായോഗങ്ങൾ കിട്ടി എന്ന് പറയുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഈ മാസം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ശനി പിഴവില്ല, ചൊവ്വ ഇഷ്ടസ്ഥാനത്താണ്, ബുധൻ ഇഷ്ടസ്ഥാനത്താണ്. പക്ഷേ ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ അഷ്ടമത്തിൽ പോയി. അത് കണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെ പണ്ട് ധൈര്യമായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു നമുക്കൊരു മടി, പേടി എന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഒരു കോൺഫിഡൻസ് കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യാം. ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ഓം നമഃ ശിവായ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസ് കുറവൊക്കെ മാറിയിട്ട് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ശത്രുദോഷവും കുറച്ച് കാര്യമായിട്ടുണ്ട്. കാരണം ബാധയിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പം നമ്മളുടെ കോൺഫിഡൻസ് കുറവ് തന്നെ നമ്മൾക്ക് ശത്രുദോഷം പോലെ കാര്യതടസ്സമായിട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നടുവേദന പോലുള്ള രോഗത്തിന് യോഗം കാണുന്നുണ്ട് ഈ സമയത്ത്. ഹൃദയ സംബന്ധമായിട്ടും കൈകൾക്കൊക്കെ വേദന പോലെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് വേദന പോലെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. മുറിവ് സംഭവിക്കാതിരിക്കാൻ നോക്കണം കാലിൻ്റെ മുട്ടിന് താഴോട്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ മാസത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. എന്തായാലും തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. പക്ഷേ ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് സന്തോഷിച്ചിരിക്കുമ്പോൾ മാനസികമായിട്ട് ടെൻഷൻ തോന്നുന്ന ഒരവസ്ഥ കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിലുള്ള വിഷയത്തിന് പരിഹാരമായിട്ട് നാഗപൂജയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും പൂജയും കൂടി ചെയ്താലും മതി. എന്തായാലും ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. എന്നാൽ പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുമായിട്ട് മാനസികമായിട്ട് അകൽച്ച ഉണ്ടാകുകയോ അല്ലെങ്കിൽ അവരുടെ രോഗം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാനോ ഈ സമയത്ത് യോഗം കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല പരിഹാരങ്ങൾ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.